ഹലോ എവ്രി വൺ, ലെറ്റ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാനൊരു പുതിയ പരിപാടിയായിട്ട് വരികയാണ്. ടെക്നോളജി ബേസ്ഡ് ന്യൂസും അതിൻ്റെ റിവ്യൂസും അതിൻ്റെ അപ്ഡേറ്റ്സും അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ന്യൂസുകൾ ഡേ ബൈ ഡേ ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും അങ്ങനത്തെ ചെറിയൊരു പരിപാടി കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ആ പരിപാടിയുടെ പേരാണ് ഹാവ് എ ടേക്ക് ബ്രേക്ക്. സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ ഇന്ന് അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വീഡിയോയിലോട്ട് നമുക്ക് എന്തായാലും പോകാം. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലോട്ട് പോകാം. നത്തിങ് 3A ലൈറ്റ് എന്ന് പറഞ്ഞ മോഡൽ ഇന്ത്യയിൽ നവംബർ 27 ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ മീഡിയ ടെക്കിന്റെ ഡിമെൻസിറ്റി 7300 പ്രോസസ്സറാണ് വരുന്നത്. അതിന്റെ ഡിസ്പ്ലേ സൈസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 6.77 ഇഞ്ച് ഡിസ്പ്ലേയും പിന്നെ 120 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റും 3000 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. പക്ഷെ നല്ല കൊള്ളാം, നല്ലൊരു ഫീച്ചറാണ്. സോ അതിന്റെ വാട്ടർ പ്രൂഫ് നോക്കിയാൽ IP54 എന്ന് പറഞ്ഞാൽ സ്പ്ലാഷ് പ്രൂഫ് ആയിട്ടുള്ള ഒരു വാട്ടർ പ്രൂഫാണ് ഇതിൽ വരുന്നത്. പിന്നെ ചാർജിങ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 33 വാട്ട്സിന്റെ ചാർജിങ്, റിവേഴ്സ് ചാർജിങ് ഒരു 5 വാട്ട്സ് തരുന്നുണ്ട്. സോ അതിന്റെ ബാറ്ററി 5000 ആണ് തരുന്നത്. കുഴപ്പമില്ല, ഒരു അണ്ടർ 20Kയിലുള്ള ഒരു ഫീച്ചേഴ്സ് ആണ് അതിൽ വരുന്നത്. ആൻഡ്രോയിഡ് 15 ആണ് ഇതിൽ വരുന്ന സോഫ്റ്റ്വെയർ. ഇതിൽ 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ കൊള്ളാം. പക്ഷേ ഇതൊരു അണ്ടർ 20Kയിലാണ് ഇങ്ങനത്തെ ഒരു ഫീച്ചർ ഇത്രയും തരുന്നത്. സോ ഇതിന്റെ ക്യാമറ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയും അൾട്രാ വൈഡ് ഒരു 8 മെഗാ പിക്സലിന്റെ മാക്രോ 2 മെഗാ പിക്സലിന്റെ ആണ് വരുന്നത്. ഫ്രണ്ട് 16 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് വരുന്നത്. സോ ഇതിന്റെ ബാക്കിൽ 50 മെഗാ പിക്സലിന്റെ ക്യാമറ യൂസ് ചെയ്യുന്ന സാംസങ്ങിന്റെ സെൻസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ അണ്ടർ 20Kയിൽ അത്യാവശ്യം നല്ലൊരു ഫീച്ചർ ഇതിൽ തന്നിട്ടുണ്ട്. ഐ തിങ്ക് 3A ലൈറ്റിൽ. അങ്ങനെ ഇന്ത്യയിൽ പോക്കോ F8 സീരീസ് നവംബർ 26 ലോഞ്ച് ആവുകയാണ്. അത് 3 കാറ്റഗറിയിലാണ് വരുന്നത്: F8, F8 Pro, F8 Ultra. സോ ഇതിന് യൂസ് ചെയ്യുമ്പോൾ ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൺ എലൈറ്റ് Gen 5 ആണ് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി ചൈനയിൽ ഇതേ സെയിം പേരിൽ ഇറങ്ങിയിട്ട് K19 Pro ആൻഡ് K19 Pro Ultra. സോ അപ്പോൾ നമുക്ക് നവംബർ 26 സെയിം ആ ഒരു സെയിം ഫീച്ചറിലുള്ള ഫോണായിരിക്കും F8 നവംബർ 26 ലോഞ്ച് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. അങ്ങനെ വിവോയുടെ X300ഉം X300 Proയും ഡിസംബർ 2 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ നല്ലൊരു ക്യാമറ ഫോണാണ് ഈ X300ഉം X300 Proയും. ഞാൻ ഇതിന്റെ X200ഉം X200 FE ഇങ്ങനത്തെയൊക്കെ കുറച്ച് ഫോണുകൾ ഉപയോഗിച്ചായിരുന്നു. പക്ഷെ നല്ല കിട്ടില്ല ഫോട്ടോസ് എനിക്ക് എടുക്കാൻ പറ്റി. സോ ഇതിൽ യൂസ് ചെയ്യുന്ന X300ന്റെ പ്രൊസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമെൻസിറ്റിയുടെ 9500ന്റെ പ്രൊസസ്സറാണ് യൂസ് ചെയ്യുന്നത്. നല്ല പെർഫോമൻസ് ആയിരിക്കും. ഇതിന്റെ ക്യാമറയിൽ യൂസ് ചെയ്യുന്ന സെൻസേഴ്സ് സോണിയുടെയും സാംസങ്ങിന്റെ സെൻസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻ ക്യാമറയിൽ യൂസ് ചെയ്യുന്നത് സോണിയുടെ സെൻസറാണ്. സോ ഞാൻ എക്സൈറ്റഡ് ആണ്. ഇതിന്റെ ക്യാമറ പെർഫോമൻസ് ബെസ്റ്റ് ആയിരിക്കും. കാര്യം ഇതിന്റെ 200 എനിക്ക് നല്ലൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് തന്നിട്ടുള്ളത്. സോ ഡിസംബർ 2 എന്തായാലും ലോഞ്ച് ആവും. അതിനുശേഷം എന്തായാലും ഈ ഫോൺ വരുമ്പോൾ ഞാൻ അതിന്റെ റിവ്യൂ ഇടുന്നതായിരിക്കും. അപ്പൊ ഇന്ന് ഇത്രയും ചെറിയ ന്യൂസുകൾ മാത്രമേ ഉള്ളൂ. ഇനി ആലോചിക്കൂടെ ഒരു 3 ന്യൂസ് മാത്രമാണ് പറഞ്ഞത്. അപ്പം ഇനി വരും ദിവസങ്ങളിലെല്ലാം ന്യൂസുകൾ കൂടുതൽ കാണുന്നതായിരിക്കും. അപ്പം എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. അപ്പം ഹാവ് എ ടേക്ക് ബ്രേക്കിന്റെ ഫസ്റ്റ് വീഡിയോയിൽ നിന്ന് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പം താങ്ക് യു.